ഹലോ ഗൈസ്, ഉച്ചക്കത്തെ ഉറക്കം കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞാൻ വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് അമ്മയേട്ടനും കൂടെ ഓലക്കുടിയും വട്ടലും എടുത്തു വെക്കുന്നതാണ് കേട്ടോ. ഇവർ ചെറിയൊരു മഴക്കാറ് കണ്ടിട്ടുണ്ടായിരുന്നു ഈ സമയത്ത്. അതിനു മുന്നേ ഓലക്കുടിയും വട്ടലും എടുത്തു വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇങ്ങനെ ഇവർ എടുത്തു വെച്ചത് കൊണ്ടാണോ എന്തോ വന്ന മഴക്കാറ് അതേപോലെ പെയ്യാതെ തിരിച്ചു പോയി. പിന്നെ അവർ ചെയ്യുന്നത് കുറേ നേരം നോക്കി നിന്നിട്ട് നേരെ ഞാൻ മുറ്റടിക്കാൻ പോയിട്ടോ. ഏകദേശം ഒരു 5:30-6 മണിയെല്ലാം ആയിട്ടുണ്ടായിരുന്നു ആ സമയം. 5:30, 4:45, 5:30 ആ സമയം ഏകദേശം അത്രയും ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ഞാൻ പോയി മുറ്റടിച്ച്. മുറ്റം ഇത്രയും അടിക്കുമ്പോൾ തന്നെ മനുഷ്യന്മാരെ നടു പോകട്ടാ. എന്തായാലും വൈകുന്നേരത്തെ ചായക്കുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഏട്ടൻ പറഞ്ഞ അമ്മേനോട് മാഗി വേണമെന്ന്. അങ്ങനെ അമ്മ മാഗിയും കൂടെ ഉണ്ടാക്കി. പിന്നെ ഞാൻ ചായയും കൂടെ വെച്ചു. എൻ്റെ കോലം ഇങ്ങനെ നോക്കണ്ട, ഞാനൊരു കല്യാണത്തിന് പോയിട്ട് വന്നിട്ട് അങ്ങനെ കിടന്നുറങ്ങിയതാണ് കേട്ടോ. ഡ്രസ്സ് മാറ്റിയിട്ട് ചുണ്ടത്തെ ലിപ്സ്റ്റിക്ക് പോലും തേച്ച് കളയാനുള്ളൊരു സാവകാശം എനിക്ക് ആ കഴിച്ച് വന്ന ബിരിയാണിയുടെ ക്ഷീണത്തിൽ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ ചായയെല്ലാം കൂട്ടി എല്ലാ പാത്രങ്ങളും കാര്യങ്ങളും എടുത്ത് വെച്ചിട്ട് പിന്നെ ഞാനൊന്ന് ചായ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാ. എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയണമല്ലോ, കുടിച്ചു നോക്കണ്ടേ. അങ്ങനെ മുട്ടയും മാഗിയെല്ലാം എടുത്തിട്ട് നേരെ സിറ്റ് ഔട്ടിലേക്ക് ഇട്ടാ. അവിടെ നിന്നാണ് ഇപ്പോൾ ചായ കുടിക്കൽ. കാരണം ഭയങ്കര ചൂടല്ലേ, പുറത്തുനിന്ന് പ്രകൃതിയുടെ കാറ്റൊക്കെ കൊണ്ട് ആസ്വദിച്ച് ചായ കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാനും അമ്മയും ഏട്ടനും കൂടെ ചായ കുടിക്കാൻ തുടങ്ങി കേട്ടോ. ഭയങ്കര ചൂടുള്ള സമയത്ത് ചൂടുള്ള ഐറ്റംസ് കഴിക്കാൻ വല്ലാത്തൊരു ഇതാണല്ലേ. അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നേരെ ജയരടുത്തും ഓറിയൻ്റെ അടുത്തേക്കും പോയിട്ടോ. ഫസ്റ്റ് പോയത് ഞാൻ ഓറിയൻ്റെ അടുത്തേക്കാണ്. അവനാണെങ്കിൽ എന്നെ മൈൻഡ് ചെയ്യാതെ അവിടെ കണ്ട ഒരു കാറിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു കേട്ടോ. പിന്നെ അവൻ മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ജയരെടുത്ത് പോയിട്ട് ജയനെ കുറേ പേടിപ്പിച്ചു, സെൽഫി സ്റ്റിക്കൊക്കെ പിടിച്ചിട്ട്. പിന്നെ അമ്മ വന്ന് ജയരെടുത്ത് കുറേ മിണ്ടിയപ്പോൾ ജയ അമ്മേനെ മൈൻഡ് ചെയ്യാതെ പോയിട്ടാ. പിന്നെ അമ്മ കുറേ നേരം അവിടെ ചുറ്റിക്കളിച്ച് നിന്നിട്ട് പിന്നെ അമ്മ ഓറിയോൻ്റെ അടുത്തേക്ക് പോയി. ഓറിയോൻ്റെ അടുത്ത് പോയിട്ട് ഓറിയോനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജെ ഈ കുശുമ്പ് പിടിച്ച നോട്ടം നോക്കുന്നത്. അവൻ വിചാരിച്ചില്ല അമ്മ പെട്ടെന്ന് പിണങ്ങിയിട്ട് അങ്ങോട്ട് പോകുന്നു. അങ്ങനെ അവനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കുശുമ്പ് പിടിച്ച ജെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ കുറേ നേരം അവരുടെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും സന്ധ്യയായിട്ട് ഏകദേശം. പിന്നെ നേരെ വിളക്കെത്തിക്കാൻ പോയിട്ട് അമ്മയും ഞാനും. അപ്പം ഗൈസ് അത്രയേ ഉള്ളൂ. ബൈ.